നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പാകിസ്ഥാൻ പൊട്ടി, നല്ല വൃത്തിക്ക് പൊട്ടിയിരിക്കുകയാണ്. ന്യൂസിലാൻഡ് അവരെ തകർത്ത് തരിപ്പണമാക്കി 60 റൺസിൻ്റെ തകർപ്പൻ ജയമാണ് കിവീസ് ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ നേടിയിരിക്കുന്നത്. കറാച്ചിയിൽ പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 320 റൺസാണ് 5 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ 47.2 ഓവറുകളിൽ 260 റൺസിന് ഓൾ ഔട്ടായി കളഞ്ഞു. അതിമനോഹരമായ 2 സെഞ്ചുറികൾ ന്യൂസിലാൻഡിൻ്റെ ബാറ്റർമാരിൽ നിന്നുണ്ടായിരുന്നു. വില്യങ്ങും അതുപോലെ ടോം ലെതമും നേടിയ സെഞ്ചുറികളാണ് അവരെ 320 എത്തിച്ചത്. യങ് 113 പന്തിൽ നിന്ന് 107 റൺസ് അടിച്ചപ്പോൾ ടോം ലെതം 104 പന്തിൽ നിന്ന് 118 റൺസ് അടിച്ചു. ഗ്ലെൻ ഫിലിപ്സിൻ്റെ തകർപ്പൻ വെടിക്കെട്ട് അവർക്ക് ശക്തി പകർന്നു. 39 പന്തിൽ നിന്ന് 61 റൺസാണ് അദ്ദേഹം നേടിയത്. 3 ഫോറും 4 സിക്സറും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഒരു 260 270 ആ ഒരു സ്കോറിലൊക്കെ ന്യൂസിലാൻഡ് നിൽക്കുമെന്ന് തോന്നിയെങ്കിലും ടോം ലേതവും ഫിലിപ്സും ചേർന്ന് നടത്തിയ ആ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, അതാണ് 320 എന്ന പടുകൂറ്റൻ സ്കോറിലേക്ക് ന്യൂസിലാൻഡിനെ കൊണ്ടുപോയത്. അവിടെ പാകിസ്ഥാൻ്റെ വിധി കുറിക്കപ്പെടുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാന് ഫഖർ സമാനെ ഓപ്പൺ ചെയ്യിക്കാൻ കഴിയുമായിരുന്നില്ല. പരിക്കേറ്റ് അദ്ദേഹം കുറേ സമയം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നതുകൊണ്ട് ഓപ്പണറായിട്ട് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. സൗദ് ഷക്കീലും ബാബർ അസമുമാണ് ഓപ്പൺ ചെയ്തത്. വളരെ പതിയെയുള്ള തുടക്കമായിരുന്നു. സൗദ് ഷക്കീൽ 19 പന്തിൽ 6 റൺസ് എടുത്ത് മടങ്ങി. പിന്നെ മുഹമ്മദ് റിസ്വാൻ വന്നു. റിസ്വാൻ 14 പന്തിൽ നിന്ന് 3 റൺസ്. റിസ്വാനെ പുറത്താക്കാൻ വേണ്ടി ഗ്ലെൻ ഫിലിപ്സ് എടുത്തൊരു ക്യാച്ചുണ്ട്. സൂപ്പർമാൻ. അദ്ദേഹം ഫീൽഡിൽ എപ്പോഴും അങ്ങനെയാണ്. അതൊരിക്കൽ കൂടി കാണിച്ച ക്യാച്ചായിരുന്നു അത്. പിന്നെ ഫഖർ സമൻ വന്നു. ചില ഷോട്ടുകൾക്കൊക്കെ ശ്രമിച്ചെങ്കിലും 41 പന്തിൽ നിന്ന് 24 റൺസ് എടുത്ത് അദ്ദേഹത്തെ ബ്രേസ്വെല്ല് മടക്കി വിട്ടു. മറുഭാഗത്ത് ബാബർ അസം ഒരുവിധം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചില നല്ല ഷോട്ടുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ടായില്ല. എന്നാൽ സൽമാൻ അലി ആഗ ഈ പിച്ചിൽ വലിയ ബോധമൊന്നുമില്ല എന്ന് തെളിയിച്ച പ്രകടനമാണ് നടത്തിയത്. 6 ഫോറും ഒരു സിക്സറും അടക്കം 28 പന്തിൽ നിന്ന് 42 റൺസ് എടുത്തിട്ട് അദ്ദേഹം മടങ്ങി. ബാബർ അസം 90 പന്തുകളിൽ നിന്നാണ് 64 റൺസ് എടുത്തത്. പിന്നെ ത്വയ്യിബ് താഹിർ 1 റൺസുമായിട്ട് മടങ്ങി. സൈൻ ഷാ അഫ്രീദിയെ കൂട്ടിന് പിടിച്ചുകൊണ്ട് ഖുഷ്ദിൽ ഷാ നടത്തിയിട്ടുള്ള ആ ഒരു പ്രകടനം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിച്ചിലെ ഭൂതമില്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു. 49 പന്തിൽ നിന്ന് 10 ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം 69 റൺസ് അടിച്ചു. ഷെയ്ൻ ഷാ അഫ്രീദി 13 പന്തുകൾ ഒരു സിക്സറിൻ്റെ സഹായത്തോടെ 14. നസീം ഷായും ഹാരിസ് റഊഫും സിക്സറുകൾ അടിക്കുന്ന കാഴ്ച. നസീം ഷാ 15 പന്തിൽ നിന്ന് 13 റൺസ് അടിച്ചപ്പോൾ ഹാരിസ് റഊഫ് 3 സിക്സറുകളുടെ സഹായത്തോടെ 10 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചു. ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ ലോവർ ഓർഡർ ബാറ്റർമാർ സിക്സർ യഥേഷ്ടം അടിക്കുന്നത് കണ്ടപ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റർമാർ എത്രത്തോളം പരിതാപകരമായാണ് ഈ കളിയെ നേരിട്ടത് എന്നുള്ളത് വ്യക്തമാവുകയായിരുന്നു. ആകെ സൽമാൻ അലി ആഖയിൽ നിന്നും അതുപോലെ ഖുഷ്ദിൽ ഷായിൽ നിന്നുമാണ് ഒരു പോസിറ്റീവ് ഇൻറ്റൻ്റുള്ള പ്രകടനം കണ്ടത്. പാകിസ്ഥാൻ ടീം പതിവ് പോലെ ബിഗ് സ്റ്റേജിൽ മുട്ടിടിച്ച് വീഴുന്ന കാഴ്ച, അതാണ് ഇന്ന് കറാച്ചിയിൽ കണ്ടത്. ന്യൂസിലാൻഡിന് വേണ്ടി സാന്നർ 3 വിക്കറ്റ് എടുത്തു. അതുപോലെ ഒറൂർക്ക് 3 വിക്കറ്റ് എടുത്തു. അതേസമയം ഹെൻറി സൂപ്പർബായിട്ട് ബോൾ ചെയ്തു. അദ്ദേഹത്തിന് 2 വിക്കറ്റുകൾ പിഴുതെടുക്കാൻ കഴിഞ്ഞു. ബ്രേസ്വെല്ലും സ്മിത്തും ഓരോ വിക്കറ്റുകളും നേടി. പാകിസ്ഥാൻ ഇതാ ആദ്യ കളിയിൽ പൊട്ടി തകർന്നിരിക്കുന്നു. അവരുടെ അടുത്ത കളി ടീം ഇന്ത്യക്കെതിരെയാണ്. പക്ഷെ നമുക്ക് നാളെ ബംഗ്ലാദേശിനെതിരെ കളിയുണ്ട്. മികച്ചൊരു സ്റ്റാർട്ട് നമ്മുടെ കുട്ടികൾക്ക് നാളെ ദുബായിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.